ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സാമൂഹ്യ സാംസ്കാരിക സേവന രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ലയൺസ് ക്ലബിന്റെ പ്രവർത്തനം സജീവമായി പ്രയാണം തുടരുമ്പോൾ ലയൺസ് ക്ലബ് പാടിയൊട്ടിച്ചാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങോം പാലാവേൽ കോലുവള്ളി യൂണിറ്റും പുളിങ്ങോം കാരുണ്യ മെഡിക്കൽ സെന്ററും സംയുക്തമായി പുളിങ്ങോം കാരുണ്യ മെഡിക്കൽ സെന്ററിൽ വെച്ച് സൗജന്യ അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പും BP, ഷുഗർ, കൊളസ്ട്രോൾ പരിശോധനയും സംഘടിപ്പിച്ചു. പാടിയൊട്ടിച്ചാൽ ലയൺസ് ക്ലബിന്റെ 14ാമത്തെ മെഡിക്കൽ ക്യാമ്പാണിത്. ലയൺസ് ക്ലബ് പ്രോഗ്രാം ഡയറക്ടർ സിനു കെ സ്വാഗതം ആശംസിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ ഇൻസ്പെക്ടർ അജേഷ് KS മഹനീയ സാന്നിധ്യം വഹിച്ചു. വാർഡ് മെമ്പർമാരായ CBM തോമസ്, ഷാൻഡി ജോർജ് വല്ലിയിൽ, മാത്യു കാര്യത്താങ്കൽ, KVVES പുളിങ്ങോം പാലാവേൽ യൂണിറ്റ് പ്രസിഡന്റ് ജോളി KM, KVVS കോലുവള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജോയ്സ് തോമസ്, അബൂബക്കർ സിദ്ദിഖ്, ഹൈമ ശശിധരൻ, കാരുണ്യ മെഡിക്കൽ സെന്റർ ഡയറക്ടർ പത്മനാഭൻ പലേരി, വ്യാപാര വ്യവസായി ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് റോയി ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ലയൺസ് ക്ലബ് പാടിയൊട്ടിച്ചാലും കാരുണ്യ മെഡിക്കൽ സെന്ററും സംയുക്തമായി ഹോം കെയർ സർവീസും ആരംഭിച്ചു. പുളിങ്ങോം പാലാവേൽ കോലുവള്ളി 2 യൂണിറ്റോട് ചേർന്ന് പുളിങ്ങോം പാലാവേൽ കോലുവള്ളി യൂണിറ്റിനെയും കാരുണ്യ മെഡിക്കൽ കോളേജിന്റെ മാനേജ്മെന്റിനെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഈ സൗജന്യ അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ രോഗം വരാതെ നമ്മളാരും ചികിത്സയ്ക്ക് പോകാറില്ല, നമ്മളാരും തന്നെ പോകാറില്ല. പോലീസിൽ മാത്രമാണ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾ വർഷത്തിലൊരിക്കൽ മെഡിക്കൽ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്നത്. വേറെ ആരും തന്നെ അങ്ങനെ പോകാറില്ല. നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളത് പരമാവധി പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ചെറിയ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ട്, അതിന് കൃത്യമായിട്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നു. ഈ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും രോഗങ്ങൾ കണ്ടെത്താനും അത് ബോധപ്രദമാകാൻ കഴിയുന്നുണ്ട്. നമ്മളിങ്ങനെ പോലീസിൽ തന്നെ ചില സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മളൊരു നേത്ര ക്യാമ്പ് കണ്ടക്ട് ചെയ്യണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നമ്മൾ ശേഷം നടത്തിയെങ്കിലും അതിൻ്റെ സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ നിങ്ങൾ മുന്നോട്ട് വരികയും നടത്തുകയും ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുകയും ശ്രമിച്ച നിങ്ങളുടെ ക്ലബിന് അതുപോലെ ഇതിന് ഭാരവാഹിത്വം ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ലയൺസ് ക്ലബും ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളെ കൂടെ ക്ഷണിച്ച് ഇതിൻ്റെ പങ്കാളികളാക്കിയത് വളരെ സന്തോഷമുണ്ട്. ഇതേപോലുള്ള പല ക്യാമ്പുകളും ഇനിയും പല ഭാഗത്തും നടത്താനായിട്ടുള്ള എല്ലാ താല്പര്യവും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോലുവള്ളി യൂണിറ്റിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തായാലും ഇത് പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, ഇപ്പം നാട് നീളെയുള്ള ക്യാമ്പുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതിലെല്ലാം ജനത്തിരക്കുമുണ്ട്. നാട് നീളെ ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനം ഉയരുന്നുണ്ട്, ഫാസ്റ്റ് ഫുഡും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഒരു 40 പണ്ടൊക്കെ 50-60 വയസ്സൊക്കെ ആയിരുന്നു എന്നെ പഠിപ്പിച്ച മാഷൊക്കെ മാഷൊന്നൊരു കുഴപ്പമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു 4 വർഷം രാജ്യപ്ലാസ് കഴിഞ്ഞു. ഇതാണ് അവസ്ഥ ഇപ്പോൾ. പിന്നൊരു സുഹൃത്ത് വന്നു, പുള്ളിക്ക് അല്ല സാറിന് പ്രശ്നം മാത്രം എനിക്കറിയാം, വേറെ പറ്റും കുഴപ്പമൊന്നും എനിക്കറിയാം. ഷുഗർ അല്പമുണ്ട്, കുഴപ്പം സാറിനും ഈ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ഏതാണ്ട് ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥയൊക്കെ ഒരു മെഡിക്കൽ സ്റ്റോപ്പ് നടത്തി എനിക്ക് ഏതാണ്ടൊക്കെ അറിയാം. പക്ഷേ ഏതായാലും പിന്നൊരു സുഹൃത്ത് വന്നു, പുള്ളിയും എൻ്റെ കൂടെ പഠിച്ചവനാണ്. അപ്പം പെട്ടെന്ന് ഒരു 2 മാസത്തിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇവിടെ ഇപ്പം ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ പുളിങ്ങോം വാർഡിൽ ആൻജിയോപ്ലാസ്റ്റി നോക്കുകയാണെങ്കിൽ ആ രീതി ഹൃദയരോഗ സംബന്ധമായ അസുഖത്തിന് എന്തെങ്കിലും ചികിത്സ നടത്തുന്നവർ ഒരു വലിയ വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും അതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ക്യാമ്പുകൾ അത് വളരെയധികം ഉപകാരപ്രദമാണ്. പലരും ചിന്തിക്കുന്നത് നമ്മൾ മിടുക്കനാണ്, ഒരു കുഴപ്പമില്ല, നടക്കുമ്പോൾ പ്രശ്നമില്ല, കിടപ്പില്ല അങ്ങനെ. പക്ഷേ ഒരു രോഗനിർണയത്തിൽ പോയി പോകുമ്പോഴാണ് അവർ അവൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതി എന്താ മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട്, അതിൽ എന്തെങ്കിലും കുറവുണ്ട് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലയൺസ് ക്ലബ് പാടിയൊട്ടിച്ചാലും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങോം പാലാവേൽ കോലുവള്ളി യൂണിറ്റും കാരുണ്യ മെഡിക്കൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിന് സൗജന്യ അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്
ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കണമെന്നാണ് പറയാനായിട്ടുള്ളത്. ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. അവർക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ വരാനും സൗജന്യമായിട്ട് അവരുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുവാനും ഇതിലൂടെ സാധ്യമാകുന്നു. രോഗങ്ങളില്ലാതെ ജീവിതകാലത്ത് നമുക്ക് രോഗങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് സാധാരണക്കാരായി നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാമ്പുകളെല്ലാം എല്ലാവരും ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളൊരു പനി വരുമ്പോൾ എല്ലാവരും പോകുന്ന 2 പനഡോൾ കഴിക്കും, ആ പനി മാറും. ആ ഒരു പനി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു പനി ഒരു അസുഖമല്ല, ഒരു ലക്ഷണമാണ്. ആ ലക്ഷണം എന്താണ് എന്നുള്ളത് കാണിച്ചു തരുന്നതാണ് പനി. ആ പനി എന്തുകൊണ്ട് വരുന്നു എന്നാണ് പരിശോധന നടത്തേണ്ടത്. ഇടയ്ക്കിടെ വിട്ടുമാറുന്ന പനികൾ, അതേപോലെ നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ മേഖലാ പ്രസിഡന്റോട് സംസാരിച്ചു കഴിഞ്ഞു. ആൾക്കാർ ബൈപ്പാസ് ചെയ്യുന്ന ഓരോരാൾ ചെറുപ്പക്കാരാണ് വീഴുന്നത്. അതുപോലെ തന്നെ കടയിലും അവിടെയും ഇവിടെയെല്ലാം വരുമ്പോൾ തലകറങ്ങി വന്ന് ഇന്നലെ കണ്ട ആൾ ഇപ്പം നമ്മളോട് സംസാരിച്ച ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ അവരെ കാണുന്നില്ല. മരിച്ചു പോയിരിക്കുന്ന ഒരു വിഷമവും ദുഃഖമാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പിലും ഈ ഇവിടെ നടത്തുന്ന പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയെല്ലാം ഒരു അസുഖം കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും രോഗങ്ങൾ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഈ അവസരം. അതുപോലെ നമുക്ക് ലേഡീസിനെ പ്രത്യേകിച്ചും മുട്ടുവേദന എന്നൊക്കെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഇന്നിവിടെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ കാരുണ്യ മെഡിക്കൽ സെന്ററിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഇന്ന് ഇവിടെ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് നമ്മുടെ നല്ലവരായ എല്ലാവരും പങ്കെടുത്ത് ഇതൊരു നല്ല വിജയമാക്കി തീർക്കണമെന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.